മിസ് 2026 ആയിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളുടെ വർഷമാണ്. ഇപ്പോൾ ടീച്ചിങ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം HST എക്സാം കഴിഞ്ഞു, HSST വിളിക്കാൻ പോകുന്നു, LP UP വിളിക്കാൻ പോകുന്നു. ഒരുപാട് പ്രതീക്ഷകളുടെ ഒരു വർഷമാണ് വരാൻ പോകുന്നത്. സോ നമ്മുടെ പൾപിറ്റിന്റെ യാത്രയെക്കുറിച്ച് മിസ്സിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? സർ, ഒരുപാട് എക്സാമിനേഷൻസ് വരുന്നു, കുറേ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വരുന്നു. അപ്പം അധ്യാപക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരു വർഷമാണ്. അതുമാത്രമല്ല, HSST നോട്ടിഫിക്കേഷൻ ഏത് സമയത്തും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. നമ്മുടെ ബാച്ച് 6 അഡ്മിഷൻ ഓപ്പൺ ചെയ്യുന്നു. അതും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിലാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഒപ്പം ആദ്യത്തെ നോർമൽ ബാച്ചും പൾപിറ്റിൽ ലോഞ്ച് ചെയ്യുവാണ്. റെക്കോർഡഡ് വീഡിയോസും ഒപ്പം 6000+ ക്വസ്റ്റ്യൻസ് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നോർമൽ ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ആണെങ്കിൽ മെന്റർഷിപ്പ് വരുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വർഷമാണ്. എസ്പെഷ്യലി നമ്മുടെ സിലബസ് കവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ക്രിറ്റിസിസം സ്റ്റാർട്ട് ചെയ്യുന്നു, കൾച്ചറൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റായിട്ട് HSSTയെ ഫോക്കസ് ചെയ്യുന്ന ഒരു വർഷമായിട്ടാണ് 2026 പൾപിറ്റ് നോക്കിക്കാണുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും. സാറിനോടാണ് കൂടുതൽ പോർഷൻസും എടുക്കുന്നത്. അതായത് നോൺ ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ സാറിന് പറ്റുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. സോ നോൺ ഡീറ്റെയിൽഡ് കുറേ പോർഷൻസ് ഇപ്പം തീർന്നു കഴിഞ്ഞു. ഏതാണ്ട് ആദ്യത്തെയും രണ്ടാമത്തെയും മൊഡ്യൂൾ ഉടനെ തീരും. 3, 4, 5, 6 പാരലായിട്ട് കവർ ചെയ്ത് പോകുന്നു. അപ്പോൾ സാർ ഏതൊക്കെ മൊഡ്യൂൾ ഫോക്കസ് ചെയ്യണം, എവിടെയൊക്കെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം, എങ്ങനെയാണ് ഒരു അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? കാര്യം ഇനി തീവ്രമായ പ്രിപ്പറേഷൻ്റെ നാളുകളാണല്ലോ. ഓക്കെ. സോ HSST പോലുള്ള എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്, എല്ലാ മൊഡ്യൂളിനും നമ്മൾ തുല്യ പ്രാധാന്യം നൽകണം. പക്ഷെ പഠിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ഡീറ്റെയിൽഡ് സ്റ്റഡീസ് നമ്മൾ പരമാവധി ഒറിജിനൽ വർക്ക്സ് എടുത്ത് വെച്ച് വായിച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും നമുക്കത് പ്രാക്ടിക്കൽ അല്ല. ഇപ്പോൾ പല കവിതകൾ തന്നെ 3000+ ലൈൻസ് ഉള്ള കവിതകൾ വരുന്നുണ്ട്. അതുപോലെ പമേല, ടോം ജോൺസ് ഒക്കെ വരുന്ന സമയത്ത് വോള്യൂംസ് ഓഫ് വർക്കാണ് നമുക്ക് അവിടെ ഉള്ളത്. അതൊന്നും നമുക്ക് ഫുള്ള് വായിച്ചു തീർക്കാൻ കഴിയില്ല. അവിടെയൊക്കെ നമ്മൾ ബാക്ക് ആൻഡ് പറഞ്ഞതുപോലെ നമ്മളൊരു സമ്മറി എടുത്ത് വെച്ച് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. അതനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സ്ട്രാറ്റജി ഇല്ലാതെ നമ്മൾ സമീപിച്ചാൽ എത്ര മിടുക്കരാണെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ വീണു പോയേക്കാവുന്ന അത്ര വലിയൊരു സിലബസ് ആണ് HSSTയുടേത്. കാര്യം നമുക്കൊരു ഈ പറഞ്ഞതുപോലെ ഒരു ഈക്വൽ ഫോക്കസ് കൊടുത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡ് ബാച്ചസിന് നമ്മൾ വീക്ക്ലി ലൈവുകൾ കൊടുക്കുന്നുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കുറേ പ്രത്യേകതകളുണ്ട്. ലൈവിലൊക്കെ കയറുമ്പം എങ്ങനെയുണ്ട് സർ സ്റ്റുഡൻസിൻ്റെ ഒരു റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ? സ്റ്റുഡൻസിന്റെ വളരെ നല്ല റെസ്പോൺസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതെ, നമ്മുടെ ഓരോ എക്സാമും മിസ് കാണുന്നതാണ്. കുട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് ഏകദേശം ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ വരെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അതെ, ബൂട്ട് ക്യാമ്പ് നടത്തിയപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഒരു 98, 99, 100 വരുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മാർക്ക് വന്നത് 98.7. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റി അതിന്റെ ഒരു നെഗറ്റീവ് വന്നു. പക്ഷേ അതും സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. അതായത് നമ്മൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം വന്നിട്ട് 100 മാർക്ക് വന്നിട്ടാണ് ബൂട്ട് ക്യാമ്പ് റിസൾട്ട് വരുന്നത്. നല്ല പ്രിപ്പറേഷനാണ്, നല്ലൊരു കമ്മ്യൂണിറ്റി. ഇപ്പം പലരും പറയുന്നുണ്ട് ഈ വേക്കൻസീസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പഠിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ ഒരു എക്സാമിനേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അങ്ങനെയല്ല. ഇത് പറഞ്ഞിട്ട് തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് ചുറ്റുമുള്ളത്. അത് HSIയുടെ ഒക്കെ കട്ട് ഓഫ് വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായൊരു കാര്യമായിരിക്കും. സാർ, എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഏതാണ്ട് മാർച്ചോടുകൂടി പോർഷൻസ് വൈൻഡപ്പ് ചെയ്യുന്ന ഒരു പ്ലാനിലാണ് ഉള്ളത്. മാർച്ച് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കും ലൈവുകളിൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്? അത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രമാണോ അതോ ബ്ലൂ പ്രിന്റ് അങ്ങനത്തെ മെത്തേഡുകളാണോ, എങ്ങനെയാണ്? നമ്മൾ ഇതിനകം തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ പാരലായിട്ട് റിവിഷൻ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെറും MCQs മാത്രമല്ല, ഇനി ലിറ്ററേച്ചറാണ്, ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ഓൺ ചെയ്തുകൊണ്ടും പിന്നെ ബ്ലൂ പ്രിന്റ് ചെയ്തുകൊണ്ടും കൃത്യമായിട്ടൊരു അനലിറ്റിക്കൽ സ്റ്റഡീസിൽ കുറച്ചുകൂടി ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നതാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ മന്ത്ലി വൺസ് സ്റ്റേറ്റ്മെന്റ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ മാത്രം വരുന്ന 100 മാർക്കിന്റെ ഒരു എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. അപ്പം ഇതേപോലത്തെ കുറേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യിക്കണം. പിന്നീട് എനിക്ക് മനസ്സിലായത് HSI ആയിട്ട് കമ്പയർ ചെയ്യുമ്പം HSSTക്ക് ഒരു കോമൺ പൂൾ ഉണ്ട് ക്വസ്റ്റ്യൻ വരുന്ന, അല്ലേ സാർ? ആദ്യത്തെ മൊഡ്യൂളിൽ 10-20 വർക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുന്ന ഒരു 5 വർക്ക് നിർബന്ധമായിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യാൻ പൾപിറ്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഡീകോഡിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സാർ എന്തെങ്കിലും സ്പെഷ്യൽ സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ?
ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സീരീസ് നിലവിൽ നമ്മൾ സിലബസ് കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്ലസ് പോയിന്റ്സ് എന്ന് പറയുന്ന പേരിൽ വളരെ ഡെപ്തിലുള്ള പോയിന്റിലേക്ക് റാങ്ക് മേക്കിംഗ് ഇപ്പൊ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളോട് ഒരു സംശയം ഉണ്ടാവും, ഇത്രയും നമ്മൾ പഠിക്കണോ? അപ്പൊ നമ്മൾ സിലബസ് ഒന്ന് ഏകദേശം ആയതിനു ശേഷം ഒന്നുകൂടി ആഴത്തിലേക്ക് പോയിക്കൊണ്ട് ഒറ്റ മാർക്ക് പോലും പാഴാകരുത്, വിട്ടുകളയരുത് എന്ന ഒരു ഉദ്ദേശത്തിൽ ഒരു സെഗ്മെന്റ് തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. അതെ, HSST സംബന്ധിച്ച് അത്ര ഗ്ലാമറസ് ആയിട്ടുള്ള, അത്ര നമ്മളെ ഫൈനാൻഷ്യലി ബാക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ്. സോ വലിയൊരു അവസരമാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. നമ്മുടെ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസ് ആണ്. നമ്മൾ ഇത്രയും നാളും ഗോൾഡ് ബാച്ച് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞ കുട്ടികൾക്കാണ് നമ്മളിപ്പം നോർമൽ ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നോർമൽ ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് എല്ലാം അപ്പാവും, ഒപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യാം. ഗോൾഡ് ബാച്ചിൽ എക്സ്ട്രാ മെന്റർഷിപ്പ് ഉണ്ടാവും, ലൈവ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ തന്നെ ഞാനോ റിയാസ് സാറിൻ്റെ ഒക്കെ മന്ത്ലി 1 സിറ്റിംഗ് ഉണ്ടാവും. സോ ഗംഭീരമായിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് നമ്മൾ പൾപ്പിറ്റ് ഈ ഒരു കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഉറപ്പായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാണ് എങ്കിൽ ഏറ്റവും ടോപ്പിലെത്താനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നല്ലൊരു വർഷം ആവട്ടെ. കോറിനൊപ്പം തന്നെ ജനറൽ പേപ്പറിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടേത്, അല്ലേ സർ? അതെ അതെ. അപ്പൊ പലപ്പോഴും നമ്മളിപ്പോ ഇംഗ്ലീഷ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ GK കറണ്ട് അഫേഴ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പലപ്പോഴും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ആ ഒരു ഏരിയ ആണ്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് തന്നെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ജനറൽ PSCയിലെ അധ്യാപകർ തന്നെ വന്നിവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ജനറൽ പേപ്പർ മാത്രമായിട്ട് മറ്റ് സബ്ജക്ട്സിന് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കുറേ എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളോടാണ്, നിങ്ങൾക്ക് ജനറൽ പേപ്പറും കോറും ഒരേപോലെ ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഇവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കാണും. അവിടെ ജോയിൻ ചെയ്താൽ നമ്മൾ ഇടയ്ക്ക് ഫ്രീ ക്ലാസ്സുകളൊക്കെ അവിടെ കൊടുക്കാറുണ്ട്. ഒപ്പം കോൺടാക്ട് നമ്പറും ഉണ്ട്. ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങുക. വലിയ സിലബസ് ആണ്, വലിയ ലക്ഷ്യമാണ്, ഒരു പുതിയ വർഷമാണ്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.